ദർസിന് സഹായിക്കാൻ, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് തന്ന എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പ്രയോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളായിട്ട് എന്തോ ക്വാളിറ്റി ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കെന്തോ പ്രത്യേകത ഉണ്ടായതുകൊണ്ട് അങ്ങനെ ആയതല്ല. അള്ളാഹുവിൻ്റെ ഇൽമിനെ സഹായിക്കാൻ വേണ്ടി നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. അൽഹംദുലില്ലാഹ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉള്ളിൽ നിന്ന് മറ്റേ സംഗതി കയറി വരും. അത് വരാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. ലാ ഫായില ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഫായിലില്ല, പ്രവർത്തിക്കുന്ന ആൾ അള്ളാഹു മാത്രമേ ഉള്ളൂ. ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. ആ ഒരു ബോധമാണ് ശുക്ർ. അത് ചിലപ്പോൾ ഫിഅലായിട്ട് വരും, ചിലപ്പോൾ ഖൽബിയായ ശുക്റായിട്ട് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ വെർബലായ ശുക്റായിട്ട് ചിലപ്പോൾ പുറത്തേക്ക് വരും. ആ ഒരു ബോധം, ഇതെനിക്ക് എൻ്റെതല്ല, അള്ളാഹു തന്നതാണ് എന്നൊരു ബോധമുണ്ടല്ലോ, ആ ഒരു ഡീപ്പ് കോൺഷ്യസ്നെസ്സെയാണ് ശുക്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നന്ദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ പ്രയോഗങ്ങളിൽ എപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും അത് കടന്നു വരേണ്ടതുണ്ട്. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് സംസാരം കേൾക്കുന്നുണ്ടല്ലോ. അതുപോലെ ക്വസ്റ്റ്യനായിട്ട് കുത്തിമറിയായിരിക്കുമോ? ആ ക്വസ്റ്റ്യൻ ശബ്ദം ഉണ്ടാക്കാതെ എഴുതി പെണ്ണുങ്ങളെ, അത് എഴുതി കൊടുക്ക്, ശബ്ദം ഉണ്ടാക്കല്ലേ. ഇവർ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇവർ കുറേ ദിവസം വീട്ടിൽ ഇങ്ങനെ ഇരിക്കല്ലേ, ഇപ്പം ഇങ്ങോട്ട് പുറത്തിറങ്ങിയതാ, ഓ സമാധാനം, കുറേ പറയാനുണ്ട്, അതെല്ലാം കൂടെ പറഞ്ഞു തീർക്കുമോ? അത് എന്ത് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് അവർ പുറത്ത് കൊണ്ടുപോകണോ? സാധാരണ പറയാറുണ്ട്, ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്ത് ഞായറാഴ്ച ഒരു ദിവസം വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ ദിവസമാണ് ഞായറാഴ്ച. 6 ദിവസം പുറത്ത് ജോലി ചെയ്ത് വീട്ടിൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷൻ, 6 ദിവസം വീട്ടിൽ ജോലി ചെയ്ത് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ, ഇവർ തമ്മിലുള്ള ഷണ്ടയാണ് സൺഡേ എന്ന് പറയാറുണ്ട്. സൺഡേ. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്തിയാൽ മതി. എന്താണ്? രാവിലെ റെസ്റ്റ് എടുക്കുക, ഉച്ചയ്ക്ക് ശേഷം പുറത്തു പോവുക. കാരണം പെണ്ണുങ്ങളെ പരിഗണിക്കണം. കാരണം എന്താണെന്നറിയോ? നമുക്ക് നിലക്ക് ജീവിച്ചു പോകണ്ടേ, അതുകൊണ്ടാണ്. കാരണം ഭക്ഷണമൊക്കെ കിട്ടണ്ടേ കറക്റ്റ് സമയത്ത്. ചില ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇവർ പണി മുടക്കി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും. സംഗതിയെ പറയുമ്പോൾ നമ്മൾ പറയുന്നത്, ഈ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഈ വേണമെങ്കിൽ പൊയ്ക്കോ എന്നൊക്കെ പറയും. പോയാലേ അറിയുള്ളൂ ഇത് പിന്നെ ചായ ഉണ്ടാക്കുന്ന പാത്രം എവിടെയാണ്. നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അടുക്കള കയറിയാൽ ചായ ഉണ്ടാക്കുന്ന പാത്രം എവിടെയാണ്, മറ്റേ തവി എവിടെയാണ്, പഞ്ചസാര എവിടെയാണ്, മോട്ടറിൻ്റെ സ്വിച്ചൊക്കെ പിന്നെ നമ്മൾ വെക്കാൻ കൂടിയത് കൊണ്ട് നമുക്ക് അറിയാമായിരിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ചിലപ്പോൾ കുറേ കാലം ഉപയോഗിക്കാത്തത് കൊണ്ട് വാഷിംഗ് മെഷീൻ ഏത് മോഡലാണ് ഉപയോഗിക്കൽ, ഏത് മോഡലാണ് ഇടേണ്ടത് ഒന്നും അറിയണ്ടാവില്ല. പിന്നെ മെല്ലെ ഇങ്ങനെ വാട്സപ്പ് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യും, ഹൗ ടു യു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ സ്ത്രീകളെന്ത് ചെയ്യുമെന്ന് ബഹുമാനിച്ച് ആദരിച്ചൊക്കെ കൊണ്ടടക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവരെ പിന്നെ നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ കൊണ്ടുപോവുക? നമ്മളെ ഭാര്യയും നമ്മളെ ഉമ്മ, നമ്മുടെ കുട്ടികൾ, അല്ല നമ്മുടെ പ്രിയപ്പെട്ടവരല്ലേ. നമ്മളല്ലാതെ പിന്നെ അവരെ ആരാണ് പുറത്ത് കൊണ്ടുപോവുക? ആണുങ്ങളായ നമ്മൾ ധാരാളം സ്ഥലങ്ങൾ കാണുന്നു, പല സ്ഥലങ്ങളിലും പോകുന്നു, കൂട്ടുകാരുടെ കൂടെ കൂടുന്നു, നമ്മൾ എത്രയോ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സോഷ്യൽ ഇവൻറ്റ്സ്, സ്പിരിച്വൽ ഇവൻറ്റ്സിൽ ധാരാളമായിട്ട് നമ്മൾ പങ്കെടുക്കുന്നു. സ്ത്രീകൾക്ക് അങ്ങനെ ധാരാളമായ അവസരം കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് അവരെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അതൊരു ഇസ്ലാമികമായ യാത്രയാക്കണമെന്ന് മാത്രം. യതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ആ രീതിയിൽ പോകണം. ആ രീതിയിൽ, ആ ചിന്തയിൽ വയനാട് കാണാൻ പോയാൽ ഓരോ സെക്കൻഡും ദിക്റുല്ലാഹിയുടെ ആനന്ദകരമായ നിമിഷങ്ങളായി മാറും. കാരണം ഏതൊരു മരം കാണുമ്പോഴും മരങ്ങളുടെ മനോഹരമായ ചേർത്ത് വെച്ചതിൻ്റെ സൗന്ദര്യം ഇങ്ങനെ കാണുമ്പോൾ മുസവ്വിറിനെ ഓർമ്മ വരും. അത് മുസവ്വിർ എന്ന ഡിസൈനർ എന്നാണ്, അത് അള്ളാഹുവാണ്. എത്ര സുന്ദരമായിട്ട് നമ്മൾ മരത്തിൽ തൂങ്ങരുത്, മരത്തിൽ കുടുങ്ങി നിൽക്കരുത്, ആ മരത്തിൽ നിന്ന് റബ്ബിലേക്ക് എത്തണം. അതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ഓരോ നോട്ടവും പാഠമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിയ ഹദീസാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് പറഞ്ഞു, അമറനി റബ്ബി ബി തിസ്ഇൻ എന്ന് തുടങ്ങുന്നൊരു വലിയ ഹദീസാണ്. അതിൻ്റെ കുറേ കാര്യങ്ങൾ, 9 കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വ നളരി ഐബ്ര എന്ന് പറഞ്ഞാൽ എൻ്റെ നോട്ടം, എൻ്റെ കാഴ്ച എനിക്ക് പാഠമാകണമെന്നാണ് പറഞ്ഞത്. ഏതൊരു നോട്ടത്തിലും ഒരു പാഠമുണ്ടാകും, ഏതൊരു നോട്ടവും ദിക്റുല്ലാഹിയിൽ എത്തും. അതാണ് അതിൻ്റെ പ്രത്യേകത.
അപ്പം ഞാൻ പറഞ്ഞത് ആ രീതിയിൽ വയനാട് കാണാൻ പോയാൽ, ആ രീതിയിൽ കോഴിക്കോട് ബീച്ചിൽ പോയാൽ ഓരോ സെക്കൻഡുകളും റബ്ബിൽ ലയിക്കുന്ന മനോഹരമായ നിമിഷങ്ങളായി മാറും. ദിക്റുല്ലാഹിയുടെ സമ്മേളനമായി മാറും. ഒരു ദിക്ർ ദുആ സമ്മേളനം വയനാട് ചുരത്തിൽ നടക്കുന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ. ചൊല്ലുന്ന ദിക്റല്ല, ഖൽബിയായ ദിക്റാണെന്ന് മാത്രം. ദിക്ർ പലതരത്തിലുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക സ്ത്രീകളെയും കൊണ്ട്, ഭാര്യനെയും കൊണ്ട്, മക്കളെയും കൊണ്ട്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വലിയൊരു പോയിന്റ് കിട്ടി. ഇനി മിക്കവാറും അടുത്ത പേരുടെ ഒരു ഉറക്ക വർത്താനം പറയും, ഇതേക്കാൾ വേറെ എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത് കിട്ടിയത്. ഞാൻ വേറെ വിഷയം തുടങ്ങിയത്, അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു കാര്യവും എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടായതല്ല, ഞാൻ അധ്വാനിച്ച് നേടിയതല്ല എന്നുള്ള ബോധമാണ് ഇന്ന് മനുഷ്യനില്ലാത്തത്. ആ ബോധമില്ലായ്മയാണ് മനുഷ്യൻ്റെ സർവനാശത്തിനും കാരണം. ആ ബോധമില്ലായ്മയിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാകുന്നതും. അത് വലിയ വിഷയമാണത്. കുറച്ചു മുമ്പ് കേരളത്തിൽ ഭൂമി കുലുങ്ങിയിരുന്നു, പത്രത്തിലൊക്കെ വന്നിരുന്നു, തൃശ്ശൂർ ജില്ലയിലും ചില പരിസരങ്ങളിലൊക്കെ. അപ്പോൾ ഭൂമി കുലുങ്ങി എന്നാണ് പത്രത്തിൽ വന്നതും, ഭൂമി കുലുങ്ങി എന്നാണ് നമ്മൾ പറഞ്ഞതൊക്കെ. യഥാർത്ഥത്തിൽ ഭൂമി കുലുങ്ങിയതല്ല, കുലുക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ബാക്കിൽ ഒരാളുണ്ട്, കുലുക്കിയതാണ്. ഉരുൾ പൊട്ടിയതല്ല, പൊട്ടിച്ചതാണ്. പറഞ്ഞ മനസ്സിലാണ്ട? ഈ ഒരു ഇതിൽ നിന്ന് അതിലേക്കുള്ള ആ ഒരു കണക്ഷൻ എവിടെ നഷ്ടമാകുന്നുവോ അവിടെ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കയറി വരും എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്നത്? എൻ്റെ ഉള്ളിൽ നിന്ന് മറ്റേ സാധനം കയറി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിൻ്റെ ബാക്കിൽ ഒരാളുണ്ട് എന്നുള്ള ബോധം എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മറ്റേ ബോധം നമുക്ക് വരും. ആ ബോധം നഷ്ടപ്പെടുന്ന സമയത്താണ് എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എന്നുള്ള ചിന്ത കടന്നു വരിക. അത് നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ ശൈലികളിലേക്ക് വല്ലാതെ പ്രതിഫലിക്കും. ആ ബോധം എവിടെ നിന്നാണോ നഷ്ടപ്പെടുന്നത് അവിടെ നിന്നാണ് ഞാൻ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരിക. ചില ഉദാഹരണങ്ങൾ വേറെ പറയാം. ഇപ്പോൾ ഒരാൾ ഗൾഫിലൊക്കെ 5-8 കൊല്ലമായി പോകാൻ തുടങ്ങിയിട്ട് അങ്ങനെ അയാൾ നല്ലൊരു വീട് വെച്ചു. അപ്പോൾ എന്താ, ഞാൻ നല്ലൊരു വീട് വെച്ചു എന്ന് പറയരുത് ദയവായി. എന്ത് പറയണം? നല്ലൊരു വീട് വെക്കാൻ അള്ളാഹു വരട്ടെ തൗഫീഖ് തന്നു എന്ന് പറയണം. ഇത് ഞാൻ നല്ല വീട് വെച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയാൾ കോൺഷ്യസ്ലി അയാൾ കിബിർ ചിന്തിക്കുന്നുണ്ടാവില്ല. മനസ്സിലാക്കണേ? പ്രത്യക്ഷത്തിൽ കിബിറോടുകൂടെ ആവൂല അയാൾ പറയുന്നത്, പക്ഷേ ഇൻഡയറക്റ്റ്ലി അവിടെ കിബിറുണ്ട്. നമുക്ക് ഇൻഡയറക്റ്റ് കിബിറും പിഴുതറിയണ്ടേ? അപ്പോൾ ആ ശൈലിയിൽ എന്ത് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കിബിർ അല്ലെങ്കിൽ അഹങ്കാരം പോലും അത് വലിച്ചെറിയൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് വീടെടുക്കാൻ അള്ളാഹു തൗഫീഖ് തന്നു. ഇനി അഥവാ വീടെടുത്തു എന്ന് പറഞ്ഞു പോയാലും അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പറയണം, അള്ളാഹിൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടിയതാണ് കേട്ടോ എന്നുള്ളൊരു വാക്ക് വേഗം മുൻഅമിലേക്ക് കണക്ട് ചെയ്യണം. നിഅമത്ത് എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ്സ്, എന്താണ്? അനുഗ്രഹങ്ങൾ. അത് അള്ളാഹു തരുന്നതാണ്. അനുഗ്രഹങ്ങൾ അള്ളാഹു മുൻഅമായ, അത് നൽകുന്നവനായ അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഒരു കുട്ടി പറയാണ്, പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി എന്ന് പറയരുത്, അള്ളാഹു നല്ല മാർക്ക് കിട്ടാൻ സഹായിച്ചു, അല്ലെങ്കിൽ അള്ളാഹു നല്ല മാർക്ക് തന്നു. എല്ലാ കാര്യങ്ങളും, ഞാൻ പുതിയ വണ്ടി എടുത്തു എന്നല്ല, വണ്ടി എടുക്കാൻ അള്ളാഹു തൗഫീഖ് തന്നു. പരീക്ഷ പാസ്സായി എന്നല്ല, പരീക്ഷ അള്ളാഹു താല പാസ്സാക്കി തന്നു. ആ രീതിയിൽ ഒന്നും ഉണ്ടതല്ല. അപ്പം ഞാൻ എന്നുള്ള സാധനം അവിടെ മരിച്ചു പോകും. എല്ലാം റബ്ബിൽ നിന്നാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ എൻ്റെ കിബിർ വർക്ക് ചെയ്യില്ല, ശുക്ർ വർക്ക് ചെയ്യും. അള്ളാഹ്ക്ക് ഏറ്റവും പ്രധാനമായും അള്ളാഹ്ക്ക് ഇഷ്ടം, ഞാൻ പറഞ്ഞു, ഈ ഒരു ബോധത്തിനാണ് ശുക്ർ എന്ന് പറയുന്നത്, നന്ദി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ കൽബിൽ മാത്രം ഉണ്ടാവും. അപ്പോൾ കൽബിയായ ശുക്ർ ചിലപ്പോൾ ഒരു പ്രവർത്തനമായി മാറും. ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി തങ്ങൾ ശുക്റിൻ്റെ എക്സ്പ്രഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ശുക്റിൻ്റെ എക്സ്പ്രഷനെ കുറിച്ച് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2-3 മാർഗങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒന്ന്, ശുക്ർ തോന്നേണ്ട, നന്ദി തോന്നേണ്ട കാര്യങ്ങൾ കൽബിൽ ചിന്തിക്കുക. അതിന് ഇൻവാർഡ് റെക്കഗ്നിഷൻ എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻവാർഡ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം ഞാൻ നന്ദി തോന്നേണ്ട കാര്യമാണ്. മറ്റൊന്ന് എക്സ്റ്റേണൽ വെർബലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് പുറത്ത് പറയാം, അത് ജനങ്ങളുടെ മുമ്പിൽ പറയാം. ഇപ്പം പറഞ്ഞ പോലെയൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഔദാര്യം കേട്ടോ, അൽഹംദുലില്ലാഹ്, ഈ പരിപാടി ഇതൊക്കെ അള്ളാഹിൻ്റെ ഔദാര്യമാണ് കേട്ടോ എന്നുള്ള രീതിയിൽ പറയാം. മൂന്നാമത്തത്, ആ ശുക്ർ എന്താണോ അള്ളാഹു താല തന്ന നിയമത്ത് അതുകൊണ്ട് അള്ളാഹ്ക്ക് പൊരുത്തുള്ളത് മാത്രം ചെയ്യുക. ആ വണ്ടി കൊണ്ട് സിനിമാ തിയേറ്ററിലേക്ക് പോകാൻ പറ്റൂല. ആ വണ്ടിയിൽ അള്ളാഹിൻ്റെ ശുക്രിനെതിരാവത്. ആ വണ്ടിയിൽ ഇരുന്നിട്ട് കള്ളം പറയാൻ പറ്റൂല. ആ വണ്ടിയിൽ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പാട്ടിടാൻ പറ്റൂല. ആ വണ്ടിയിൽ ഇരുന്നിട്ട് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റൂല. ആ വണ്ടിയിൽ ഇരുന്നിട്ട് റോഡ് സൈഡിൽ ഏതോ സാധുക്കളെ നോക്കി പരിഹസിക്കാൻ പറ്റൂല. അതൊക്കെ അള്ളാഹ്ക്ക് എതിരാണത്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരു വിഷയത്തിൽ ഉണ്ടായാൽ ആ വിഷയത്തിലെ ശുക്ർ കാമിലാകുമെന്ന് ഇമാമിയങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.